ഹായ്, ഇന്നത്തെ വീഡിയോ പുതിയതായി വീട് വെക്കുന്നവർക്കും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കും വേണ്ടിയുള്ള. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇന്നത്തെ ഒരു സൈറ്റിലെ അനുഭവമാണ്. ഇന്ന് ഒരു കെട്ടിടത്തിന്റെ ലീക്കേജുമായി ബന്ധപ്പെട്ട ഒരു കസ്റ്റമറെ സമീപിക്കുകയും അവിടെ നമ്മൾ പോയി നോക്കുമ്പോൾ സീലിംഗ് ചെയ്ത ഒരു ഷോപ്പായിരുന്നു. അപ്പൊ അവിടുത്തെ സീലിംഗിന്റെ ഒക്കെ അവസ്ഥയും ആ ഷോപ്പിന്റെ കസ്റ്റമറുടെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വലിയ രൂപത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. കാരണം അവര് വലിയൊരു സംഖ്യ മുടക്കി ഒരു സീലിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സീലിംഗ് പൂർണ്ണമായിട്ടും അല്ലെങ്കിലും ചെറിയൊരു പോർഷൻ നല്ല രൂപത്തിൽ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതിന്റെ മുകളിലെ ഫ്ലോറിലെ ബാത്റൂമിന്റെ ലീക്കേജ് ആയിരുന്നു അവിടെ അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പഴയ ബാത്റൂം ആണെങ്കിൽ പോലും അത് നല്ല രൂപത്തിൽ ലീക്ക് എടുക്കുകയും താഴെ ഫ്ലോറിലുള്ള കസ്റ്റമേഴ്സിന് നല്ല രൂപത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുമായിട്ടുള്ള ഒരു സൈറ്റാണ് ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജിപ്സൺ ഒക്കെ നല്ല രൂപത്തിൽ ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലെ ബാത്റൂമിൽ നിന്നുള്ള ലീക്കാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാനും പറ്റുന്നത്. ഈ ഒരു സൈറ്റ് നമ്മൾ കണ്ട സമയത്ത് നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂം നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് വീടുകളിലായാലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലായാലും ബാത്റൂം ചെയ്യുമ്പോൾ നിർബന്ധമായും വാട്ടർ പ്രൂഫിങ് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു സൈറ്റ് വിസിറ്റിൽ നമുക്ക് അനുഭവപ്പെട്ടത്. പലപ്പോഴും ബാത്റൂമിന്റെ കേസിൽ ഉണ്ടാവാറുള്ള ഒരു ഇതെന്ന് പറയുന്നത്, പല ആളുകളും പറയും അത് അപ്പോക്സി ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതാണ്, വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്തു കഴിഞ്ഞാൽ ടൈൽ ഒട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പല കസ്റ്റമേഴ്സിനെയും വാട്ടർ പ്രൂഫിങ് ചെയ്യാതെ ടൈൽ ഇടാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പലപ്പോഴും പല ആളുകളും ആലോചിക്കാറില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഡാമേജുകൾ ഒക്കെ വരാൻ ഉള്ള കാരണം ഉണ്ടാവുന്നത്. അപ്പൊ നിർബന്ധമായും കൺസ്ട്രക്ഷൻ സ്റ്റേജിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, പുതിയ വീടുകൾ ഉണ്ടാക്കുന്ന ആളുകളും ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നവരും ബാത്റൂം വാട്ടർ പ്രൂഫിങ് നിർബന്ധമായും ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു സൈറ്റ് വിസിറ്റിലൂടെ നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.